നമസ്കാരം. ഞാനിന്ന് വന്നേക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഞങ്ങൾക്ക് ആ ഫൈൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളെ ഞങ്ങൾ 250 രൂപ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടി എവിടെയോ പാർക്ക് ചെയ്തതിൻ്റെ വന്നായിരുന്നു. നമ്മൾ അടച്ചില്ല, 250 രൂപ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ അടച്ചില്ലത്. അതിന് എപ്പോഴെങ്കിലും കൊണ്ട് അടയ്ക്കാമെന്ന് നമ്മിങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മിങ്ങനെ കരുതിയിരുന്നു. ഇപ്പോൾ അത് 1100 രൂപയായി. അപ്പം അതിനുവേണ്ടി നമുക്കത് കോർട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആലുവ കൺട്രോൾ റൂമിൻ്റെ അവിടെ ചെന്ന് നമ്മൾ ആലുവ കൺട്രോൾ റൂമിൽ ചെന്ന് ഒരു പരാതി എഴുതി കൊടുത്ത്, പിന്നെ അത് എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ഓൺലൈനിലേക്ക് ആക്കി തരുള്ളൂ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വീട് പറവൂരാണ്. പറവൂരിൽ നിന്ന് ആലുവയിൽ വന്നിട്ട് വേണം ഇതൊന്ന് പരാതി എഴുതി കൊടുക്കാനായിട്ട്. അപ്പം എൻ്റെ ചേച്ചി പരാതി എഴുതിക്കൊണ്ടിരിക്കണത്. ഇതാണ് നമ്മൾ പരാതി എഴുതുന്നത്. ഇതുപോലെ നമ്മൾ പകർത്തി നമ്മൊരു വെള്ള പേപ്പറിൽ നമ്മൾ എഴുതണം. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് നോക്കി അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെറ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടയ്ക്കാൻ നോക്കുക. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കിങ്ങനെ ഇത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. കാരണം വേറെ ഒന്നുമില്ല, പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് 250 രൂപ വന്നതിന് ഇപ്പോൾ ഞാൻ 1100 അടയ്ക്കേണ്ട അവസ്ഥ വന്നു. ഇനിയും പൈസ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ ചെറിയ പെറ്റിക്ക് നമ്മൾ ഇത്രയും രൂപ അടയ്ക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം എല്ലാവരും പെറ്റിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അടയ്ക്കാൻ, ഓൺലൈനിൽ തന്നെ അടയ്ക്കാനായിട്ട് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ മുള്ളുകൊണ്ട് തന്നെ എടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ കട്ടാമ്പരണ്ട് എടുക്കേണ്ട അവസ്ഥ വരും. അതാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന പെട്ട അവസ്ഥ. ആ സമയത്ത് 250 രൂപയില്ലേ, അത് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1100 രൂപ കയ്യിൽ വന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അതൊക്കെ. എത്രയും പെട്ടെന്ന് നമ്മൾ അടയ്ക്കുക, നമ്മൾ അതിനകത്ത് നിന്ന് മോചിതനാവുക. ഇല്ലെങ്കിൽ ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. വേറൊന്നുമില്ല നമുക്കിതിനകത്ത് നിന്നും. എല്ലാവർക്കും ഇതൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്നാണ് കരുതിയത്. അടുത്ത ആരെങ്കിലും ഇതുപോലത്തെ ഫൈൻ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരമാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പം നമുക്ക് പറവൂരുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും, ഈ എറണാകുളം ജില്ലയിലുള്ളവർക്കാണ് ഈ ആലുവ കൺട്രോൾ റൂമിൽ വന്നത് നമ്മൾ ഒരു ലെറ്റർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിലാക്കി തരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ പൈസ അടയ്ക്കണം. അതായത് നമ്മളിപ്പോൾ 250 രൂപ വന്നതിൽ നമ്മൾ 1100 അടയ്ക്കണം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അടച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മോചിതനാവാൻ കഴിയും. അപ്പോൾ എല്ലാവരിലേക്കും ഞാനിതൊരു ഇൻഫർമേഷനായിട്ട് ഞാൻ എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാൻ എല്ലാവർക്കും, ഇനി ആർക്കും തെറ്റ് പറ്റാതിരിക്കാനായിട്ട് എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് നമ്മളൊരു പരാതി എഴുതി നമ്മളിവിടെ കൊണ്ടുപോയി കൊടുക്കണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ കൊടുക്കാനായിട്ട്. ഞങ്ങൾ ഇതെല്ലാം കൊടുത്ത് ഇപ്പോൾ എല്ലാം ക്ലിയറായി. ഇനി അവർ പറഞ്ഞ നാളെ അക്ഷയയിൽ നമ്മൾ ചെന്ന് ഫൈൻ അടച്ചാൽ മതിയെന്ന്. അപ്പോൾ അത്രയ്ക്കും നമ്മളൊരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങനെ സിമ്പിളാക്കി തരും. അപ്പോൾ എല്ലാവരും പെറ്റികളും ഫൈനുകളും കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടയ്ക്കാനായിട്ട് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകളാണ്. നമ്മൾ കൺട്രോൾ റൂമിൽ പോയി നമ്മൾ പരാതി എഴുതി നമുക്ക് അവർക്ക് സമർപ്പിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ചെറിയ എമൗണ്ടിൽ നിന്ന് വലിയ എമൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ തെറ്റുകൾ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ.